ദൈവനാമം മഹത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 10:27 ഇങ്ങനെ വായിക്കുന്നു: പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അതെ, കർത്താവിന്റെ വചനം പറയുന്നു പുഷ്ടി നിമിത്തം നുകം തകരുമെന്ന്. നുകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് കാളകളുടെ നടുവിൽ വെക്കുന്ന ഒരു ഉപകരണത്തെ, അതായത് അധികം ഭാരം ചുമ്മിക്കൊണ്ടുപോകുവാൻ ഒരു ഉപകരണം വെക്കും, തടിയുടെ ഒരു ഉപകരണം വെക്കും. ആ ഉപകരണത്തെ വിളിക്കുന്ന പേരാകുന്നു നുകം. അധികം ഭാരം ചുമന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്, കാളകളുടെ നടുവിൽ വെക്കുന്നത്. അതിനെ എന്തിനോട് ഉപമിക്കുന്നു? ഒരു അടിമത്വത്തോട് ഉപമിക്കുന്നു, അധികം ഭാരം ചുമന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അതെ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, അധികം ഭാരം നമ്മുടെ മേലിലും ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നടക്കുന്നത് പോലെ നമ്മൾക്ക് നടക്കുവാൻ സാധിക്കത്തില്ല. ആത്മമണ്ഡലത്തിന്മേൽ പിശാച് ചില നുഖങ്ങളെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പിരിച്വൽ മേഖലകളിന്മേൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതെ, ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമുക്ക് ഒന്ന് കുതിച്ചു പോവാൻ സാധിക്കത്തില്ല. നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയും. ഇന്ന് പകലിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. പിശാച് നമ്മൾ പോലും അറിയാതെ എന്തെങ്കിലും നുഖങ്ങൾ, ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി എന്തെങ്കിലും നുഖങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേക നിമിത്തം ഇന്ന് പകലിൽ ആ നുഖം തകർന്നു പോകും. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഏതെങ്കിലും നുഖങ്ങൾ നമ്മുടെ മേലുണ്ടെങ്കിൽ യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ പുഷ്ടി നിമിത്തം ഇന്ന് പകൽ ആ നുഖങ്ങൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾക്ക് മുന്നോട്ട് കുതിക്കണമോ? ആ സ്തോത്രം, ആ അഭിഷേകം വേണം. ദാവീദിനെ നോക്കിയാട്ടെ. ദാവീദ് ആ അഭിഷേകത്തെ ചുമന്ന് നടന്ന ഒരു ദൈവഭക്തന. ആ അഭിഷേകം വീണ സമയം മുതൽ ദാവീദിന്റെ സ്ഥിതി മാറി. ദാവീദിന് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ആടിനെ നോക്കിയിരുന്ന മനുഷ്യൻ, സ്തോത്രം, ആ അഭിഷേകം എന്ന് വന്ന് വീണോ അദ്ദേഹത്തിന് വലിയ ട്രാൻസ്ഫോർമേഷൻ നടന്നു, വലിയ മാറ്റങ്ങൾ നടന്നു. അദ്ദേഹം എത്തേണ്ടടുത്ത് എത്തി. സ്തോത്രം. അതെ, ഒരു രാജ്യത്തിന്റെ ഭരണകർത്താവായി മാറി. അതെ, അഭിഷേകത്തിന് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാൻ ശക്തിയുണ്ട്. അഭിഷേകമാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. അതെ, ഒരു കാട്ടിൽ കിടന്ന ദാവീദിന്റെ ട്രാൻസ്ഫോർമേഷന് ഇടയായത്, അതെ, അദ്ദേഹത്തിന്റെ മാറ്റത്തിന് ഇടയായത് ആ അഭിഷേകമാ. ഇന്ന് പകലിൽ അഭിഷേകത്തിനായിട്ട് ഒന്ന് കൊതിച്ചാട്ടെ, ഒന്ന് കൊതിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ സ്ഥിതികൾ മാറുവാൻ പോകുന്നു. അതെ, നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കണമോ? അഭിഷേകം വേണം. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതി മാറണമോ? അഭിഷേകം വേണം. അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്നു പുഷ്ടി നിമിത്തം നുഖം തകരുമെന്ന്. ഇന്ന് പകലിൽ ആരെങ്കിലും ഏതെങ്കിലും നുഖത്തിന് കീഴിലായിരുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ, അവരെ ഇന്ന് പകലിൽ വിടുവിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, സ്വർഗം അവരെ സ്വാതന്ത്ര്യമാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അഭിഷേകം ഞങ്ങളുടെ കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യുമല്ലോ. ഞങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് അഭിഷേകമാണല്ലോ. ഇന്ന് അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകല മാനവമഹത്വം കർത്താവിന്. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാലേ വരെ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.